എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് നിർമുക്ത ഒരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ മുഹമ്മദ് ഖാൻ ചേട്ടൻ ഇവിടെ ഇല്ലാതെ പോകും. കഴിഞ്ഞ 7 പരിപാടിക്കും പുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഐ റിയലി മിസ് ഹിം. പക്ഷെ എന്നാലും അനു വിനോദ് വളരെ മികച്ച രീതിയിൽ ഇത് സംഘടിപ്പിച്ചു. അനു പ്രേം അവരോടെല്ലാം ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആദരണീയനായ രമേശ് സാർ, ആനന്ദ് ദിലീപ് രാജ് സാർ, സ്വാമി സന്ദീപാനന്ദഗിരി. നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. കൃഷ്ണനില്ല, അർജുനനില്ല, കുരുക്ഷേത്രമില്ല, യുദ്ധമില്ല, ഞാനില്ല, നിങ്ങളില്ല. Yes, right. ഒരു കളി സങ്കല്പിക്കാം. പന്തുണ്ടാവണം, കാണികളുണ്ടാവണം, കളിക്കളുണ്ടാവണം. എന്തെങ്കിലും കമന്ററി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. There is no commentary without all these basic elements. പണ്ടൊരു സ്വാമിയുടെ ഒരു കഥയുണ്ട്. അദ്ദേഹം വേദാന്തമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം പറഞ്ഞു, എല്ലാം യഥാർത്ഥമാണ്, ബ്രഹ്മമാണ് സത്യം, ബാക്കിയുള്ള എല്ലാം മായയാണ്, ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഈ ലോകം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ജാർഗൺസ് അദ്ദേഹം പ്രയോഗിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മേളന വേദിയിലേക്ക് ഒരു കാള അക്രമാസക്തമായി പാഞ്ഞെടുത്തു. സമ്മേളന വേദി ആകെ കുത്തിമറിച്ചു. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് ഓടി. സ്വാഭാവികമായും ബ്രഹ്മവിശ്വാസിയായ സ്വാമിയും അദ്ദേഹത്തിൻ്റെ ഓടാനുള്ള ശേഷി ഒന്ന് പരീക്ഷിച്ചു. അദ്ദേഹത്തിന് വീണ്ടും പ്രഭാഷണം നടത്തണമല്ലോ. കുറെ കഴിഞ്ഞ് ആരോ കാളെ പിടിച്ചു കെട്ടി വീണ്ടും സമ്മേളനം ഒന്നുകൂടെ തുടങ്ങി. അപ്പോ എല്ലാവരും ബ്രഹ്മവിശ്വാസികളും അഗാധമായ ജ്ഞാനമുള്ളവരും വികല്പം ഇല്ലാത്തവരും ഒക്കെ ആയതുകൊണ്ട് അവരെല്ലാം വീണ്ടും ഇരുന്ന് കേട്ടോണ്ടിരുന്നു. പക്ഷെ അത്രയൊന്നും വോൾട്ടേജ് ഇല്ലാത്ത ഒരാൾ, അതാണല്ലോ നമ്മൾ പരാമർശിക്കുന്നത്, അയാൾ പുറകിലിരിപ്പുണ്ടത്. അയാൾക്കൊരു സംശയം. അയാൾ എഴുന്നേറ്റുന്നു. അല്ലയോ സ്വാമി, എന്താണ് പ്രശ്നം? അങ്ങനെ നീ പറയൂ, ധൈര്യമായിട്ട് പറയും. ചോദ്യമാണ് എല്ലാത്തിൻ്റെയും തുടക്കം. ശരി, അല്ല, ഒരു സ്വല്പസമയം മുമ്പ് ഒരു കാള പറയൂ, കാള ഇവിടെ വന്നു എന്നും, അപ്പോ കാള വന്നു, എന്താണ് കുഴപ്പം? അല്ല, അന്നേരം എല്ലാരും ഇവിടുന്ന് എഴുന്നേറ്റ് ഓടി. ഓടി, എന്നാ പ്രശ്നം? അല്ല, സ്വാമി എഴുന്നേറ്റ് ഓടി. ഞാൻ ഓടി, പിന്നെന്താ കാള വരുമ്പോ ഞാൻ ഇവിടെ ഇരിക്കണം? പിന്നെ എന്താണ് ഇതിന്റെ പ്രശ്നം? പറഞ്ഞു, അല്ല സ്വാമി പറഞ്ഞ ഇതൊക്കെ മായയാണ്, ഇതൊന്നും യാഥാർത്ഥ്യമല്ല, ഇതൊന്നും നിലവിലുള്ളതല്ല. പക്ഷെ കാള വന്നു, നമ്മളെല്ലാം എഴുന്നേറ്റ് ഓടി, സ്വാമി ഓടി. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. എനിക്ക് ഇത്രയും ബുദ്ധിയുള്ളൂ. സ്വാമി പറഞ്ഞ മറുപടി അതാണ്, മകനെ, നീ ശരിക്കും മനനം ചെയ്തിട്ടില്ല. ഇവിടെ കാള വന്നു എന്നുള്ളതും എല്ലാവരും എഴുന്നേറ്റ് ഓടി എന്നുള്ളതും നിനക്ക് തോന്നിയതാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. That was your മായ. നമ്മൾ ഇങ്ങനെയാണ് ഒരു കാര്യം നമ്മളുടെ വ്യാവഹാരിക തലത്തിൽ ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ നിഷ്പ്രയോജനമാണ് ആ ചർച്ച. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം വലിയൊരു എസ്കേപ്പ് റൂട്ടാണ് നമ്മൾ തുറന്നിടുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനെ യാഥാർത്ഥ്യത്തിന്റെ തലത്തിലേക്ക്, ഐ എം എ റിയലിസ്റ്റ്. സ്വപ്നങ്ങളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ഭാവന ഉണ്ടാവും, പക്ഷേ സ്വപ്നങ്ങൾ അതിൻ്റെതായിട്ടുള്ള ഐ നോർമലി ടേക്ക് ഇറ്റ് ആസ് എ ന്യൂറോളജിക്കൽ ഫങ്ഷൻ rather than anything else. ഭഗവത്ഗീത എന്ന് പറയുന്നത് മാനവികമാണോ എന്നുള്ള ചോദ്യത്തിന് മാനവികമാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം എന്തുകൊണ്ട് മാനവികമാണ് എന്ന് പറഞ്ഞതിന് ചില പോയിന്റുകൾ വളരെ രസകരമായി തോന്നി. ഒന്ന്, നിർമുക്ത എന്താണെന്ന് അദ്ദേഹം ചോദിച്ചു. എൻ്റെ അറിവിൽ ഇറ്റ്സ് എ ലിബറേഷൻ ഫ്രോം നോൺ സെൻസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗീത കേട്ടാൽ നല്ല ജീവിതം നയിക്കാൻ സാധിക്കും. ഗീത വായിച്ചാൽ സാധിക്കും. ഗീതയിൽ മനുഷ്യന്റെ ടെൻഷൻ അകറ്റാനുള്ള ടോണിക് ഉണ്ട്. മാനസിക സംഘർഷമാണ് പ്രശ്നത്തിന് കാരണം. ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്ന് പറയുന്നത് ബ്രാഹ്മണനും ക്ഷത്രിയനുമായൊക്കെ ബന്ധിപ്പിക്കുന്നത് അബദ്ധമാണ്. പിന്നെ ഡിറ്റാച്ച്മെന്റ്, നിസ്സംഗത, അതല്ലേ മാനവികത, അങ്ങനെയല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത്. ഞാൻ ഓർക്കുന്നത് സ്വാമി ചിന്മയാനന്ദയെ കുറിച്ചാണ്. അദ്ദേഹം ഒരുപക്ഷെ ഗീതാഭാഷ്യങ്ങൾ അല്ലെങ്കിൽ കമന്ററികൾ
ചമയ്ക്കുന്നതിൽ ഒരുപക്ഷെ കേരളത്തിൽ ഒരുപാട് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മിഷനിലായിരുന്നു ഇദ്ദേഹം എന്ന് ഞാൻ കരുതുന്നു. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഭഗവത്ഗീത എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നമ്മുടെ തത്വചിന്താ തലത്തിലാണ് ഇവിടെ വിലയിരുത്തുന്നെങ്കിലും ഇത് അടിസ്ഥാനപരമായ ഒരു മതഗ്രന്ഥമാണ്. അത് അവർ സമ്മതിക്കില്ല. കാരണം അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യം, ഇതിലും നല്ലതൊരെണ്ണം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പ്രൊഫഷൻ മാറ്റിയിട്ട് നമ്മളുമായി സഹകരിക്കാവുന്നതാണ് എന്ന് ഞാൻ ഊഹിക്കുന്നു. ഇത് തന്നെയാണ് ഇസ്ലാമിസ്റ്റുകളും പറയുന്നത്. ഈ ഖുർആൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ചക്കര പുസ്തകത്തിന് ബെറ്ററായ ഒരു പുസ്തകം നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ കൊണ്ടുവരാനാണ് പറയുന്നത്. ഖുർആനിൽ തന്നെ ആവശ്യപ്പെടുന്നുണ്ട്, ഇതിനേക്കാൾ നല്ലൊരു പുസ്തകം ഉണ്ടോ എന്നാണ് ചോദ്യങ്ങൾ. ഇത് മതം പൊതുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള, അല്ലെ ഈ പുസ്തകത്തെക്കാൾ ബെറ്റർ ആയിട്ടുള്ള എന്തുണ്ട്? അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചർച്ചയിലേക്ക് വരാം. അതായത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുക അസാധ്യമായിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാമിസ്റ്റും മുന്നിൽ വേറൊരു പുസ്തകം കൊണ്ടുവച്ചിട്ട് ഇത് കുറെ കൂടെ ബെറ്റർ ആണ് നമ്മൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞാലും അയാൾക്ക് ബോധ്യപ്പെടാനുള്ള സാധ്യത 0 അടുത്തായിരിക്കും. ബിക്കോസ് ഒരു മത മനസ്സ് എന്ന് പറയുമ്പോൾ അടിസ്ഥാനപരമായി താത്വികമായി സഞ്ചരിച്ചാലും ഭക്തിപരമായി സഞ്ചരിച്ചാലും ചിന്താപരമായി സഞ്ചരിച്ചാലും ആക്ച്വലി എ റിലീജിയസ് മൈൻഡ് ഈസ് എ പ്രോഡക്റ്റ്, ഇറ്റ്സ് നോട്ട് എ പ്രോസസ്, ഇറ്റ്സ് എ ക്ലോസ്ഡ് മൈൻഡ്. നമുക്ക് അവിടെ അടിസ്ഥാനപരമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്നുള്ള ഭയം എനിക്കില്ല. എന്താണ് ഗീത? ദൈവത്തെ കൊണ്ട് പറയുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ദൈവം തന്നെയാണ്. കാരണം മഹാഭാരതത്തിൽ തന്നെ അനുശാസന പർവ്വം എടുത്തു നോക്കുക. ഭീഷ്മര് നല്ല ഒന്നാന്തരമായി ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ക്ഷത്രിയന്മാരുടെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ബ്രാഹ്മണന്മാരുടെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, രാജാവിന്റെ ധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ധർമ്മം, നീതി, ഇതിനെക്കുറിച്ചെല്ലാം വാചാലമായി ഭീഷ്മർ സംസാരിക്കുന്നുണ്ട്. ചർച്ചയിൽ കിടന്നുകൊണ്ട് യുധിഷ്ഠിരനാണ് സന്ദേശം കൊടുക്കുന്നത്. യുധിഷ്ഠിരനും അർജുനനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കുന്തിയുടെ മക്കളാണ് രണ്ടുപേരും. അപ്പൊ ഈ സന്ദേശങ്ങളും തത്വചിന്തകളും ആണ് ഉദ്ദേശമെങ്കിൽ ഭീഷ്മർ പറയുന്ന കാര്യങ്ങൾ, ഭീഷ്മർ തന്നെ പറയുന്ന കാര്യം എന്താണ്? ഒരു മുക്കുവൻ ഒരു മത്സ്യത്തെ എങ്ങനെ മുറിച്ചെടുക്കുന്നോ അതേ അറപ്പില്ലായ്മയോടെ നീ ശത്രുക്കളെ സംഹരിക്കണം. വളരെ കൃത്യമായിട്ടാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഗീതയിൽ പറയുന്നില്ല. കൈ വിറയ്ക്കാതെ, മനസ്സ് മാറാതെ, ദൃഷ്ടി മാറാതെ നിന്റെ ജോലി ചെയ്യുക. ഇപ്പൊ ധർമ്മം എന്നുള്ള വാക്കിന് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ധാർമ്മികമാണല്ലോ, ധാർമ്മികമാണല്ലോ. എന്താണ് ധാർമ്മികം? ധരിച്ചതാണ് ധാർമ്മികം. അത് ബ്രഹ്മത്തെക്കുറിച്ചുള്ള, സത്യത്തെക്കുറിച്ചുള്ള ഗ്രഹണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിനെ വളരെ വിനയപൂർവ്വം വിയോജിക്കുന്നു. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളതിനെ നിലനിർത്തുന്നത് എന്തോ ആചാരപരതയാണത്, മൂല്യപരതയാണ്, വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് അത് പോകുന്നത്. പലപ്പോഴും ധർമ്മം, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മുന്നോട്ട് പോകുന്ന ഒരു ജീവിയാണ്. നായാട്ട് ഒരിക്കൽ രാജാവിന്റെ ധർമ്മമായിരുന്നു. ഇന്ന് രാജാവും ഇല്ല, നായാട്ടും ഇല്ല. അടിമത്തത്തെ കുറിച്ച് ശാസനങ്ങൾ ഉണ്ടായിരുന്നു പുസ്തകങ്ങളിൽ. ഇപ്പോ പല പല പുസ്തകങ്ങളിലും അടിമത്തം ഇങ്ങനെയാകണം, അടിമയ്ക്ക് ഇത്ര കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങളും ഇല്ല, അടിമകളും ഇല്ല. ശൈശവ വിവാഹം സാധ്യമുണ്ടായിരുന്നു. ഓരോ കാലഘട്ടത്തിന്റെയും അതിന്റെ സത്തയെ ഉൾക്കൊള്ളുകയും അതിനെ നിലനിർത്തുകയും ചെയ്യുന്ന ആചാരങ്ങളും ചിന്തകളും താത്വികമായിട്ടുള്ള അവലോകനങ്ങളും ഉണ്ടായിരുന്നു. അതാണ് അക്കാലത്തെ ധർമ്മം. ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുക എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക്, അതിന്റെ സസ്റ്റനൻസിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപക്ഷെ ധർമ്മം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോസ്റ്റ് റെട്രോഗ്രസീവ് എലിമെന്റ്, ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ചിന്തയാണ്. കാര്യം മാറുന്ന മനുഷ്യന് ധർമ്മം എന്ന് പറയുന്നത് ഒരു ബേർഡനാണ്. അവനിത് ചുമന്നുകൊണ്ട് പോകണം. എന്റെ പുസ്തകത്തിൽ, ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, എനിക്ക് എങ്ങനെ വേറെ ജീവിക്കാൻ കഴിയും എന്നൊരാൾ ചോദിക്കണം. ഇത് ഭഗവത്ഗീതയാണ് പഠിക്കേണ്ടത്. അപ്പം നിങ്ങളെ കെട്ടിക്കിടക്കുന്ന ജലം പോലെ ഒരിടത്ത് തടഞ്ഞു നിർത്തുകയും മതാത്മകമായ ഒരു വീക്ഷണമാണ് പലപ്പോഴും ധാർമ്മികത എന്ന് പറയുന്നത്. എന്താണ് സത്കർമ്മം? വളരെ കൃത്യം. ഗീത വായിച്ചിട്ട് ഗീതയെ കുറിച്ച് ഇപ്പൊ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ ഞാൻ സ്വാമിയോട് തർക്കിക്കാൻ പോലെ എന്ത് വേണമെങ്കിലും പറയാം. കാര്യം ഗീതയുടെ ഒരു നേച്ചർ അങ്ങനെയാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. സത്കർമ്മം എന്ന് പറഞ്ഞാൽ നിന്റെ കർമ്മം അനുഷ്ഠിക്കുമ്പോഴാണ് സത്കർമ്മം.
ക്ഷത്രിയൻ അവന്റെ കർമ്മം അനുഷ്ഠിക്കണം. ക്ഷത്രിയൻ കയറി ശൂദ്രന്റെ കർമ്മമോ ബ്രാഹ്മണന്റെ കർമ്മമോ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അത് സത്കർമ്മമല്ല, ദുഷ്കർമ്മമാണ്. നല്ലത് ചെയ്യുക, ശരി ചെയ്യുക എന്നുള്ളതല്ല, നിനക്ക് വിധിച്ചിട്ടുള്ളത് ചെയ്യുക എന്നുള്ളതാണ് ഗീത മുന്നോട്ട് വെക്കുന്ന ധർമ്മം എന്നുള്ള ഒരു അടിസ്ഥാന സത്യം അദ്ദേഹം വ്യാഖ്യാനങ്ങളിലൂടെ മറികടക്കാൻ ശ്രമിക്കുന്നു. ഇനി എന്തൊക്കെയാണ് കൃഷ്ണൻ മുന്നോട്ട് വെക്കുന്ന ആർഗ്യുമെന്റ്? ഗീത എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു കട്ട് ആൻഡ് പേസ്റ്റ് സാധനമാണ്. ഇറ്റ്സ് സംതിങ് ലൈക്ക് നമ്മളിലെ മെഡ്ലെ എന്നൊക്കെ പറയുമല്ലോ, ഈ കൂട്ടം പാട്ട് പാടുന്നത്. ഒരു സിനിമാ ഗാനം തുടങ്ങിയിട്ട് അടുത്ത സിനിമാ ഗാനം പെണ്ണാളിയെ എന്ന് പാടിയിട്ട് അത് കഴിഞ്ഞിട്ട് വേറെ ഒരു പാട്ട്, അതേ കണക്ക് പോകുന്ന ഒരു സാധനം. സാങ്ക്യം വരുന്നുണ്ട്. മുനികളിൽ ഏറ്റവും പ്രഗത്ഭൻ കപിലനാണ്, കപിലനിരിക്കട്ടെ എന്നാ ഇത്രയും. എന്നിട്ട് വേദാന്തത്തിലേക്ക് വരുന്നുണ്ട്, യോഗം വരുന്നുണ്ട്, ന്യായം വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വരികൾ, കർമ്മം ചെയ്ത് കർമ്മകാണ്ഡം, ജ്ഞാനം, അറിവ് വഴി നിനക്ക് മോക്ഷം പ്രാപിക്കാം എന്ന് പറയുന്ന വരികൾ എത്ര വേണമെങ്കിലും പൊക്കിയെടുക്കാം. യോഗത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വരികൾ, പല പല ആസ്പെക്റ്റിൽ. ഇപ്പം കർമ്മത്തിന് നിങ്ങളൊരു കർമ്മകാണ്ഡത്തിലാണ്, കർമ്മ മേഖലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ രീതിയിലാണ് വ്യാപരിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം നേടാനുള്ള വകുപ്പ് ഗീതയിലുണ്ട്. വരികൾ ഇഷ്ടംപോലുണ്ട്, ഞാൻ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ജ്ഞാനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലും മോക്ഷം എന്ന് പറയുന്ന മോക്ഷം എന്താണ് എന്നുള്ളതാണ് അടുത്ത കാര്യം, കിട്ടാനുള്ള സാധ്യതയുണ്ട്. യോഗമുണ്ട്. ഇനി ഭക്തി, അതാണല്ലോ പ്രശ്നം. എല്ലാവരും വളരെ ഭക്തരാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഒരു ചിന്തയാണ്. അത് അത്രയും വിവരമില്ലാത്തവർക്കാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയാണ് ആചാര്യന്മാർ അല്ലെങ്കിൽ വലിയ താത്വിക ആചാര്യന്മാരൊക്കെ പറയുന്നത്. ഞാൻ പറയട്ടെ, അതൊരു വലിയ കാപട്യമാണത്. ഈ ഭക്തരില്ലെങ്കിൽ ഈ പുസ്തകം ഒന്ന് ഇന്റർപ്രറ്റ് ചെയ്യുന്നിടത്തൊന്നും ആളുണ്ടാവില്ല, വായിക്കാനും ആളുണ്ടാവില്ല, കേൾക്കാനും ആളുണ്ടാവില്ല. ഇത്തരം ആൾക്കാർക്കൊന്നും സമൂഹത്തിൽ സ്ഥാനമേ ഉണ്ടാവില്ല. 99% ഭക്തരാണ്. ആ ഭക്തരാണ് മതത്തെ നിലനിർത്തുന്നതും മതവുമായി ബന്ധപ്പെട്ട എന്തും. താത്വികാചാര്യന്മാരായാലും സന്യാസിമാരായാലും ഇവർക്കൊന്നും ഭക്തരില്ലാതെ നിലനിൽപ്പില്ല. They are the foundation of any religious exercise. ചില മതത്തെയൊക്കെ വിമർശിക്കുന്നതാണ്. മതത്തെ വിമർശിച്ചാൽ മതത്തിൽ ചാരി നിന്നുകൊണ്ട് മതത്തെ വിമർശിക്കുന്നത് കാര്യമില്ല. അപ്പൊ പല മതമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ ഈ ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ടെന്ന് കാര്യം പറയും. ഞാൻ സാധാരണക്കാരൻ പറയുന്നതായിട്ട് നിങ്ങൾ കാണുള്ളൂ. പക്ഷെ സ്വാമിയുടെ കാര്യം അങ്ങനെയല്ല. സ്വാമിക്ക് ഒരു യൂണിഫോം, ആ യൂണിഫോമിന് ഒരു വിലയുണ്ട്. ആരുടെ ഭൂരിഭാഗം വരുന്ന മതഭക്തരുടെ. സ്വാമിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ ആലോചിക്കുന്നു. ഈ യൂണിഫോമിനൊരു വിലയില്ലേ? അതാണ് മതത്തെ ചാരി നിന്നുകൊണ്ട് ഭക്തിമാർഗത്തെയോ അല്ലെങ്കിൽ മതവിശ്വാസികളെയോ ഒക്കെ നമ്മൾ അവരത്രയും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നതുകൊണ്ട് വലിയ അത് യുക്തിസഹമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇനി മാനസിക സംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ അതൊരു വലിയ മോശം കാര്യമായിട്ടാണ് പറഞ്ഞു വരുന്നത്. എല്ലാ ജീവിതത്തിലെയും പലരുടെയും ഇടയിൽ മാനസിക സംഘർഷം ഉണ്ടാകും. കൊളംബസിന്റെ മാനസിക സംഘർഷത്തെ കുറിച്ച് നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാകും. 80 ദിവസത്തോളം കൊടും കടലിലാണ്. കിഴക്കോട്ട് സഞ്ചരിച്ചാൽ, പടിഞ്ഞാറോട്ട് സഞ്ചരിച്ചാൽ കിഴക്ക് എത്തിച്ചേരാം, ഇന്ത്യയിൽ എത്തിച്ചേരാം എന്ന് കരുതിയ കൊളംബസ്. നിങ്ങൾ 70 ദിവസം കൊളംബസിനോട് ചോദിക്കുക. 70 ദിവസമായപ്പോഴത്തേക്ക് കൊളംബസിന്റെ അനുയായികൾ മൊത്തം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു, കൊണ്ടുപോയ കുതിരകളെ മുഴുവൻ കഴിച്ചു, പച്ചയ്ക്ക് മീൻ തിന്നുന്ന അവസ്ഥ. തിരിച്ചു പോകണം എന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മസ്തിഷ്കം പഴുക്കുകയായിരുന്നു. ഈ സംഘർഷത്തിൽ നിന്നുകൊണ്ട് അതിന്റെ മൂർധന്യത്തിൽ അദ്ദേഹത്തിനെതിരെ വാളെടുത്തു അദ്ദേഹത്തിന്റെ അനുയായികൾ. നിങ്ങൾ 70ാമത്തെ ദിവസം കൊളംബസിനോട് ചോദിക്കുകയാണ്, മിസ്റ്റർ കൊളംബസ്, വാട്ട് യു സീ? ഹി സേ, ഐ സീ ഓൺലി ദി സീ. ഞാൻ സമുദ്രം മാത്രമാണ് കാണുന്നത്. 71-ലും 72-ലും 73-ലും 74-ലും 75-ലും ഒക്കെ നിങ്ങൾ ഇതേ ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ കൊളംബസിന് മറ്റൊരു ഉത്തരവില്ല. പക്ഷെ ആ മനുഷ്യൻ സമ്മർദ്ദം കൊണ്ട് പഴുക്കുകയായിരുന്നു. പക്ഷെ 80ാമത്തെ ദിവസമാകുമ്പോൾ ഒരു പച്ചിലയും ഒരു മരക്കമ്പും ഒഴുകി വരുന്നത് കാണുന്നു. അടുത്തെവിടെയോ തീരമുണ്ടെന്നറിയുന്നു. ആ തീരത്ത് അദ്ദേഹം എത്തിച്ചേരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ആഹ്ലാദത്തോടെ ചാടുന്നു. ഇന്ത്യയാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് വെസ്റ്റ് ഇൻഡീസ് ഒക്കെ ഉണ്ടായത്. വെസ്റ്റ് ഇൻഡീസ് അമേരിക്കയിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇന്ന് നമ്മുടെ മാനവികതയുടെ ഇന്നത്തെ നില പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മനുഷ്യ മസ്തിഷ്കങ്ങൾ സമ്മർദ്ദത്തിന് അടിപ്പെട്ടതിന്റെ സത്ഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ടെൻഷൻ എന്ന് പറയുന്നത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. സ്വല്പം നമ്മളൊരു പരീക്ഷ എഴുതുമ്പോൾ ഒരു പരീക്ഷ എന്നുള്ള ബോധം നമ്മൾ ഉണ്ടാക്കുന്ന ടെൻഷൻ, അത് വല്ലതുകൊണ്ട് നമ്മൾ ഈ പുസ്തകം തിരിഞ്ഞു നോക്കത്തില്ല. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പുസ്തകം ഇറ്റ് ഇസ് സംതിങ് ലൈക്ക് ദ സ്ട്രെസ് ഓഫ് എ സ്ട്രെയിൻ ഇൻ എ ഗിറ്റാർ. ഒരു ഗിറ്റാറിന്റെ കമ്പിയുടെ സമ്മർദ്ദം പോലെയാണ്. ഒരുപാട് ലൂസായി കിടന്നാലും അപസ്മൃതിയായിരിക്കും, ഒരുപാട് ടൈറ്റായി കിടന്നാലും അപസ്മൃതിയായിരിക്കും. ടെൻഷൻ അത്യാവശ്യം വേണം. അല്ലെന്നുണ്ടെങ്കിൽ നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല,
ഏകാഗ്രത ഉണ്ടാവില്ല, ഫോക്കസ് ഉണ്ടാവില്ല. അധികമായാൽ എന്തും പ്രശ്നമാണല്ലോ. അപ്പൊ ടെൻഷൻ എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിന്നോ മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്നോ അതൊരു ജാഗ്രത അവസ്ഥയാണ്. അത് നീക്കം ചെയ്യുക എന്നുള്ളതല്ല. പലരും ടെൻഷനൊക്കെ പോക്കാനായിട്ട് കോർപ്പറേറ്റുകാർ എന്ന ഗീത വായിച്ചാൽ ഇതിനകത്ത് ടെൻഷൻ പോകുന്ന സാധനമുണ്ട് എന്ന് പറഞ്ഞ് വായിച്ചിട്ട് ചിലർ യോഗ ചെയ്യുന്നതാണ് അല്ലെ. യോഗയൊക്കെ ചെയ്തിട്ട് ഓഫീസിലൊക്കെ വന്ന് രാവിലെ എന്നിട്ട് ഗ്ലാഡ് ടു മീറ്റ് യു ഒക്കെ പറഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ യോഗയുടെ എഫക്റ്റ് അങ്ങ് പോകും. പിന്നെ തനിക്കുണമാണ്. ഇത് മനുഷ്യന്റെ മസ്തിഷ്കത്തെ കുറിച്ച് യാതൊരു ബോധ്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലേപനങ്ങൾ വഴി, പുസ്തകങ്ങൾ വായിച്ചും അല്ലെങ്കിൽ സിനിമ കണ്ടും അല്ലെ കടൽ തീരത്ത് പോയിരുന്നു ഒക്കെ ടെൻഷൻ മാറ്റാവുന്നുള്ള ഒരു ധാരണ വരുന്നത്. ഇങ്ങനെയൊന്നും അല്ല. ഏറ്റവും നല്ല സെൻസ് ഓഫ് റിയാലിറ്റിയാണ് വേണ്ടത്. യാഥാർത്ഥ്യ ബോധം അത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന കാര്യമല്ല. മതഗ്രന്ഥങ്ങൾ വായിച്ചോ സിനിമ കണ്ടോ കടൽക്കരയിൽ കാറ്റുകൊണ്ടോ സ്വപ്നം കണ്ടോ മാറ്റാവുന്ന ഒരു കാര്യമല്ല ജീവിതത്തിന്റെ അടിസ്ഥാന സമവാക്യങ്ങൾ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി അദ്ദേഹം വേദാന്തത്തിലേക്ക് വന്നില്ല. അദ്ദേഹം വരികയാണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. വർണ്ണ സിസ്റ്റത്തിലേക്ക് വന്നു. ഈ ബ്രാഹ്മണനൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്ന് പറയും. തീർച്ചയായും അല്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. കൃഷ്ണൻ പറയുന്നത് ഇപ്പോ 18:41 ഹേ സത്രനാശന, ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്കും ശൂദ്രർക്കും കർമ്മങ്ങൾ ജന്മസിദ്ധങ്ങളായ ഗുണങ്ങൾ അനുസരിച്ച് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എൻ്റെ സംസ്കൃതം വായിക്കുന്നില്ല. സംസ്കൃതം പലർക്കും അത്. അതുപോലെ തന്നെ 3:35 അതിന്റെ അവസാനത്തെ വരി പറയുന്നതാണ് പരധർമ്മോ ഭയാവഹമാണ് പരധർമ്മം, ഭീകരമാണ്. മറ്റുള്ളവരെ ഒരു ധർമ്മം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഭീകരമാണ്. അതാണ്. ഇനി എങ്ങനെയാണ് വർണ്ണസിദ്ധാന്തം? വർണ്ണസിദ്ധാന്തം എന്ന് പറയുന്ന ലോകത്ത് ഇന്ത്യയിൽ മാത്രം തുടങ്ങിയൊരു കാര്യമല്ല. ഇപ്പൊ ഈജിപ്തിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? കച്ചവടക്കാര് അല്ലെങ്കിൽ യുദ്ധത്തിന് പോകുന്നവര്, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള 4-5 ഡിവിഷൻസ് ഒക്കെ പല സിവിലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സിവിലൈസേഷനിൽ ഒരു വിഭജനം ഉണ്ടാകുന്നത് ജന്മസത്വമല്ല, ഗുണകർമ്മ വിഭാഗശ എന്നാണ് ഇവർ പറയുന്നത്. ഗുണവും കർമ്മവും അനുസരിച്ചാണ് മനുഷ്യനെ വേർതിരിക്കുന്നത്. ഇതൊരു വലിയ തെറ്റിദ്ധാരണയാണ്. കാര്യം ഈ ഒരു വരി പറഞ്ഞിട്ട്, ഗുണകർമ്മ വിഭാഗശ പറഞ്ഞിട്ട് ഒന്ന് ആലോചിക്കുക. 2 രീതിയിൽ. ആദ്യം ഗുണവും കർമ്മവും വെച്ചുകൊണ്ട് നമുക്ക് മനുഷ്യരെ വിഭജിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമുക്ക്. അങ്ങനെ കഴിയുമെങ്കിൽ അവർ പറയുന്നത് ശരിയാണ്. കാര്യം ബുദ്ധനും പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. ഈ ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിലാണ് ആദ്യത്തിൽ ഇത് ഈ ബ്രാഹ്മണ്യോസ്യ മുഖമാസൻ എന്നുള്ള സാധനം വരുന്നത്. ബ്രാഹ്മൺ വായിലൂടെയും ക്ഷത്രിയൻ കൈയിലൂടെയും വൈശ്യൻ തുടയിലൂടെയും ശൂദ്രൻ കാലിലൂടെയൊക്കെ വരുന്നു എന്ന് പറയുന്നത് അവിടെയാണ്. ബുദ്ധന്റെയും ജൈനന്റെയും കാലഘട്ടത്തിൽ ധർമ്മോദത്തിലൊക്കെ നിങ്ങൾ വായിച്ചറിയാം. ജന്മം കൊണ്ട് ഞാൻ ആരെയും ബ്രാഹ്മണനായിട്ട് അംഗീകരിക്കില്ല എന്നാണ് ബുദ്ധനും വരെ പറയുന്നത്. ജൈനനും പറയുന്നത്. ആ വിജയഘോഷനുമായിട്ടൊക്കെ ഉള്ള സംഭാഷണം നിനക്കറിയാം. സമയമില്ലാത്തതുകൊണ്ട് ഞാനൊക്കെ പോകുന്നില്ല. അപ്പൊ ബുദ്ധനും ജൈനനും ജന്മം കൊണ്ടല്ല ബ്രാഹ്മണനും ക്ഷത്രിയനും ഉണ്ടാകുന്നത് എന്ന് വാദിക്കുമ്പോൾ അതിന്റെ അർത്ഥം അന്നൊക്കെ ജന്മം കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ വിഭജിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള സത്യം അവർക്ക്. അല്ലെങ്കിൽ അവരങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ജന്മം കൊണ്ടാണ്, ജന്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വിഭജനം നടന്നിരിക്കുന്നത് എന്നുള്ളതിന്റെ ഉറപ്പ് ആണ് ഇവർ പറയുന്നതെല്ലാം തന്നെ. ഇനി ഇത് ഗീതയിലേക്ക് വരുന്നത്. ഗീതയുടെ ഡേറ്റ് ഓഫ് കോമ്പോസിഷൻ എന്ന് പറയുന്നത് പലപ്പോഴും വളരെ വേഗമായിട്ട് പോകുന്നൊരു സാധനം. അപ്പം ഒരു BC 2-ാം നൂറ്റാണ്ട് മുതൽ ഗുപ്ത കാലഘട്ടം വരെയുള്ള കാലഘട്ടം, ചിലപ്പോൾ 6-ാം നൂറ്റാണ്ട് വരെയൊക്കെ പോകാറുണ്ട്. പോട്ടെ, അതെന്തോ ആയിക്കോട്ടെ. അതിനകത്ത് അഡീഷൻസ്, മഹാഭാരതത്തിൽ അഡീഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഗീതയിൽ അഡീഷൻസ് ഉള്ളതായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കമന്ററീസിലും ഒരുപാട് ചരിത്രപരമായിട്ടുള്ള രേഖയിലും ഈ പുസ്തകം ഒരു ഒരു സ്ഥിരം സാധനമല്ല. 701 ശ്ലോകങ്ങൾ അദ്ദേഹം പറയുന്നു. 706 എന്ന് ഞാൻ പറയുന്നത് വായിച്ചിട്ടുണ്ട്. 700 ശ്ലോകങ്ങൾ എന്നുള്ള പൊതുധാരണയുണ്ട്. ഇതൊക്കെ ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. ആദ്യമായി എടുക്കുക, എങ്ങനെയാണ് 4 മനുഷ്യരെ അല്ലെങ്കിൽ മനുഷ്യരെ 4ആയിട്ട് വിഭജിക്കുന്നത്? ആദ്യം വിഭജിക്കാൻ തീർച്ചയായും ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമല്ല. സത്യം അതാണ് എന്റെ യുക്തി. കാരണം ഒരു പോപ്പുലേഷൻ 10,000 പേരുള്ള ഒരു പോപ്പുലേഷനിൽ എങ്ങനെയാണ് ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ആദ്യമായി വിഭജിക്കുക? അസാധ്യമാണ്. ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. ഇറ്റ്സ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയായിരിക്കും ആദ്യം വിഭജിക്കുക? തൊഴിൽപരമായിട്ടായിരിക്കും.
അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗുണപരമായിട്ട്. തുടക്കം അങ്ങനെയായിരിക്കും. ആദ്യത്തെ 50 വർഷം അല്ലെങ്കിൽ 100 വർഷം അങ്ങനെ തന്നെ ആകാനേ സാധ്യമുള്ളൂ. അല്ലെങ്കിൽ വേറെ ആര് വിചാരിച്ചാലും, ഏത് ഭഗവാൻ വിചാരിച്ചാലും അത് മാറ്റിമറിക്കാൻ പറ്റും. പിന്നെ വരുന്നത് എന്താണ്? ഓരോരുത്തർക്കും ഒരു തൊഴിലാണെങ്കിൽ ഓരോരുത്തർ ഓരോ തൊഴിലുകളിൽ ഏർപ്പെടുന്നു. ആ തൊഴിലുകളിലുള്ളവരെ ഓരോ വർണ്ണങ്ങളായിട്ട് തിരിക്കുന്നു. ആ പോയിന്റ് ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. വിഭജനം ആയിക്കഴിഞ്ഞു. ഈ വിഭജനം ആയിക്കഴിഞ്ഞ വിഭജനം നിലനിർത്തണമെങ്കിൽ പിന്നെ കർമ്മം കൊണ്ട് സാധ്യമല്ല. That is a point. That's the main point I would like to say. ഗുണം കൊണ്ട് സാധ്യമല്ല. ഇപ്പൊ സാത്വിക ഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇപ്പൊ 3 ഗുണങ്ങൾ പറയുന്നു. ഈ 3 ഗുണങ്ങൾ വെച്ചുകൊണ്ടാണ് 4 വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. സാങ്ക്യ ഫിലോസഫിയിലെ 3 അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. സാങ്ക്യക്കാര് പറഞ്ഞ 3 ഗുണങ്ങൾ കൊണ്ട് 4 വർണ്ണങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അപ്പൊ ഒരു വർണ്ണം, ഒരു ഗുണം അല്ലെങ്കിൽ ഒരു വർണ്ണം എന്ന് പറഞ്ഞ ഒരു മിക്സ്ചറാണ്. യഥാർത്ഥത്തിൽ 6 എണ്ണം വേണം അങ്ങനെയാണ് കണക്കനുസരിച്ച്. അപ്പൊ ഒരു പോപ്പുലേഷനിൽ ആദ്യം ഒരു 4 ഡിവിഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ കർമ്മപരമാണെങ്കിൽ, കർമ്മപരമായിട്ടാണ് ചാതുർവർണ്ണി മുന്നോട്ട് പോകുന്നെങ്കിൽ അത് അവിടെ കൊളാപ്സ് ആവും. വെള്ളത്തിൽ വരച്ച പറയാം. കാര്യം ഞാൻ ഇന്ന് ഞാൻ അധ്യാപകനാണ്. അടുത്ത ആഴ്ച എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് യുദ്ധം ചെയ്താൽ കൊള്ളാം. കുറെ ആൾ യുദ്ധം ചെയ്തപ്പോൾ തോന്നി എനിക്ക് വേദ പഠനങ്ങളും തപസ്സും ദമവും ശമവും ഒക്കെ ആയിക്കഴിഞ്ഞാൽ കൊള്ളാം. തപവും ഒക്കെ ആയിക്കഴിഞ്ഞു ഒരു പന്നശാലയൊക്കെ. എനിക്ക് പിന്നെ 2 മാസം കഴിഞ്ഞ് വീണ്ടും തോന്നുന്നു എന്താണ് വീണ്ടും ഒന്ന് പഠിപ്പിച്ചാലേ കുറെ കൂടെ ബാക്കി കിടക്കുന്ന ലെസൺ തീർന്നിട്ടില്ല, പോർഷൻ തീർന്നിട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 4 മാസങ്ങളിൽ ആദ്യം എന്റെ വർണ്ണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണം. മാറൂ? എന്റെ പ്രൊഫഷൻ മാറുന്നുണ്ടല്ലോ. ഇവിടെ വിശ്വാമിത്രൻ ക്ഷത്രിയനായി, അയാൾ വലിയ ബ്രഹ്മർഷി രാജർഷി പദവിയിൽ എത്തിയ ആളാണ്. അയാൾ ആരും ബ്രാഹ്മണൻ എന്ന് വിളിച്ച് കേട്ടിട്ടില്ല. പുരാണങ്ങൾ കഥകളായിട്ട് എടുക്കുന്നില്ല, യാഥാർത്ഥ്യമായിട്ട് എടുക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും എപ്പോഴും പുരാണങ്ങൾ ലിറ്ററേച്ചർ ഈസ് ഓൾവേസ് ഓഫ് ലൈഫ് ഫ്രം ലൈഫ് ബൈ ലൈഫ് എന്നാണ്. അതായത് ഒരു നിലവിലുള്ള ഒരു യാഥാർത്ഥ്യത്തിന്റെ ചില സ്ഫുരണങ്ങൾ എപ്പോഴും സാഹിത്യത്തിലുണ്ടാകും, കഥകളിലുണ്ടാകും. രാജാവുള്ള നാട്ടിലാണ് രാജാവിനെ കുറിച്ചുള്ള കഥകളുണ്ടാകും, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ വിശ്വാമിത്രനെ ആരും തന്നെ ഒരിക്കലും ബ്രാഹ്മണൻ എന്ന് വിളിച്ചിട്ടില്ല. ഒരു ബ്രാഹ്മണൻ ചെയ്യാവുന്നതിന്റെ അപ്പുറം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൊന്നും കൊലവിളിച്ച് നടന്ന ആളാണ് പരശുരാമൻ. പരശുരാമനെ ആരും ക്ഷത്രിയൻ എന്ന് വിളിച്ചിട്ടില്ല. അദ്ദേഹം ആദ്യാവസാനം ബ്രാഹ്മണൻ തന്നെ. അപ്പൊ പ്രൊഫഷൻ മാറുന്നതുകൊണ്ട്, കർമ്മം മാറുന്നതുകൊണ്ട് വർണ്ണം മാറില്ലെന്നും കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണം നിലനിർത്താനാവില്ല എന്നുള്ളത് സിമ്പിൾ ലോജിക്കാണ്, LKG ലോജിക്കാണ്. 2 ഗുണം. ഗുണം എന്ന് പറയുന്ന ഈ 3 ഗുണോ അല്ലെങ്കിൽ 4ാമത്തെ ഗുണോ ഇത് നമ്മൾ എല്ലാവരും ഉണ്ട്. ഈ ഗുണങ്ങൾ നമ്മൾ മാറി മറിഞ്ഞു വരും. ചില സമയത്ത് ജീവൻ അപകടത്തിൽപ്പെടുമ്പോ നമ്മളിപ്പോ സാത്വിക ഗുണമാണ്, മനോനിയന്ത്രണമുള്ളവനാണ്, നിസ്സംഗമായിട്ട് കർമ്മം ചെയ്യാൻ അനുഷ്ഠിക്കാനൊക്കെ സാധ്യത ഉള്ളവനാണെങ്കിലും നമ്മൾക്ക് ആത്യന്തികമായ വെല്ലുവിളികൾ വരുമ്പോൾ ഈ ഗുണങ്ങളെല്ലാം പോയിട്ട് നമ്മുടെ തനി ഗുണം ശരിക്കും നമുക്ക് രക്ഷപ്പെടണം. നമ്മളൊരു ക്ഷത്രിയനായി മാറും. നമ്മൾ വാളെടുക്കും, നമ്മൾ യുദ്ധം ചെയ്യും, ജീവന് വേണ്ടി പൊരുതും. ആഹാരമില്ലാതെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മള് മാലിന്യം വരെ ഭക്ഷിച്ചു എന്ന് വരാം. ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് എത്ര ഗുണങ്ങളാ വരിക? ഒരു മാസം എത്ര ഗുണങ്ങളാ വരിക? ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും മനുഷ്യന് സ്ഥിരമായ ഒരു ഗുണമുണ്ടോ? കാണും, ഒരു പ്രിഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണം കാണും. പക്ഷെ അയാൾ മാറി പറഞ്ഞുകൊണ്ട് ഗുണം മാറിയാൽ സാറേ എന്റെ ഈ ഗുണോമീറ്റർ അനുസരിച്ച് എനിക്ക് കഴിഞ്ഞ 1 മാസമായി ഞാൻ വളരെ മോശമായ ഒരു തസ്കരനായിരുന്നു, ഞാനൊരു ക്രിമിനൽ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ മാറി, ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ പോയി വെള്ളവടിയൊക്കെ നിർത്തി എന്റെ ഗുണം മാറിയിട്ടുണ്ട്, എന്റെ വർണ്ണം ഒന്ന് മാറ്റാമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയിരിക്കും? സാധിക്കില്ല. ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ വർണ്ണം നിലനിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല. കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലും വർണ്ണം നിലനിർത്താനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കില്ല. അപ്പോൾ ഒരൊറ്റ രീതിയിൽ മാത്രമേ വർണ്ണം നിലനിർത്താൻ സാധിക്കൂ, അതാണ് ജന്മം. സിമ്പിൾ ലോജിക്. ഇതിപ്പോ ഐൻസ്റ്റീന്റെയോ ഓപ്പൺ ഹീമറുടെ ഒന്നും കാര്യം പറയേണ്ടതല്ല. സിമ്പിൾ ലോജിക്. ഒരേ ഒരു രീതിയിൽ മാത്രമേ സാമൂഹ്യപരമായിട്ടുള്ള വിഭജനം നിലനിർത്താൻ സാധിക്കുള്ളൂ, അത് ജന്മമാണ്. ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ അവൻ ഉച്ചനീചത്വം കൽപ്പിക്കുന്ന ഏറ്റവും അമാനവികമായിട്ടുള്ള തത്വചിന്തയ്ക്ക് കൈയടിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഗീത. ഇറ്റ്സ് എ കില്ലർ ലിറ്ററേച്ചർ. പലരും പറഞ്ഞിട്ടുണ്ട്. അർജുനോട് കൊല്ലാൻ പറയുന്നു. എന്തൊക്കെ ന്യായങ്ങൾ അദ്ദേഹം പറയുന്നത്? ഗീത എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി കട്ട് ആൻഡ് പേസ്റ്റ് ബട്ട് ഓൾസോ ഇറ്റ്സ് കോൺട്രഡിക്ടറി ടു ദ കോർ. പരസ്പര വൈരുദ്ധ്യങ്ങളുടെ ആഘോഷമാണ് ഗീത. ആദ്യം പറയുന്നു,
ഫസ്റ്റ് പറയുന്നു പല പല ചിതറിക്കിടക്കുന്ന ചിന്തകൾ, ചിതറിയ ചിന്തകൾ എന്ന് വേണമെങ്കിൽ. ഒരു തരത്തിലും ആ പുസ്തകത്തോടോ അല്ലെങ്കിൽ അതിന്റെ വ്യാഖ്യാതാക്കളിലോ ഉള്ള ഇതുകൊണ്ടല്ല, ഒരു നമ്മൾ പറയുമ്പോൾ ഒരു തമാശ പറഞ്ഞു. നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ ജനം നിന്നെ കുറിച്ച് എന്ത് പറയും? നമ്മളതിന് കച്ചറ ലോചിക്കുന്നു പറയും. നീ ഇതിൽ നിന്ന് പിന്മാറി. ഇതിന് വലിയ താത്വികമായിട്ടുള്ള സാധനമൊന്നും വേണ്ട. കൊടുമ്പിരി ഫിലോസഫിയാണ്. കൊടുമ്പിരി ഫിലോസഫിയിലാണ് പറയാണ്, നീ ഇങ്ങനെ എഫോമിനേറ്റ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിൽ, സംസ്കൃതത്തിൽ എന്ന് പറയുമ്പോൾ പൗരുഷം ഇല്ലാത്തവനെ പോലെ ഇങ്ങനെ ചതഞ്ഞിരുന്നാൽ നിന്നെ കുറിച്ച് നാട്ടുകാർ എന്ത് പറയും അർജുന? ഒറ്റ ലോജിക്. രണ്ടാമത്, കൊല്ലുക എന്നുള്ളത് നിന്റെ ധർമ്മമാണ്. അതായത് യു ഹാവ് ടു ഡു ഇറ്റ്. നീ ഒരു LD ക്ലാർക്കാണ്, അതുകൊണ്ട് ഫയൽ സബ്മിറ്റ് ചെയ്യും അല്ലെ? നമ്മൾ കുറെ കുഴപ്പം. രണ്ടാമത്തെ ലോജിക്. മൂന്ന്, നീ കൊല്ലുമ്പോൾ നീ കൊല്ലുന്നില്ല. വളരെ രസകരമായ കാര്യം. നീ കൊല്ലുന്നു എന്ന് നീ ധരിക്കുന്നു. എന്നാ ഹന്യതേ ഹന്യമാനേ ശരീരേ എന്നൊക്കെയുള്ള ലൈൻസ് വരുന്നുണ്ട്. നീ കൊല്ലുന്നില്ല, നിന്റെ തെറ്റിദ്ധാരണയാണ് നീ കൊല്ലുന്നു എന്നൊക്കെയുള്ള, നിന്റെ വിഭ്രാന്തിയാണ്, നീ ആത്യന്തിക സത്യം തിരിച്ചറിയുന്നില്ല. അപ്പൊ അർജുനൻ പറഞ്ഞു, ഓഹോ, അതാണ് കാര്യം. മൂന്നാമത്തെ ലോജിക്. നാലാമത്തെ ലോജിക്, കർമ്മണ്യേ വാധികാരസ്തേ മാമലേഷു കഥാചന, നമ്മൾ സ്ഥിരം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുക മാത്രമാണ് നിന്റെ കർത്തവ്യം. അധികാരം അതിന് മാത്രമാണ്. ഫലം ഇച്ഛിക്കാതിരിക്കുക. പഴയ ബുദ്ധൻ പറഞ്ഞ ഫിലോസഫി ഒന്നുകൂടെ കുറുക്കി ഒരല്പം രസനയൊക്കെ ഇട്ട് വെച്ച സാധനമാണ്. അതായത് ഡിസയർ ആണ്, അല്ലെങ്കിൽ ആഗ്രഹമാണ് എല്ലാ ദുഃഖങ്ങളുടെയും കാരണം. തൃഷ്ണ അത് വെടിയുക എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. തൃഷ്ണ വെടിയുക, എന്നിട്ട് ജീവിക്കുക. പ്രശാന്ത് തന്നെ നോക്കും. അപ്പോ നിനക്ക് ഫലത്തെക്കുറിച്ച് ഇച്ഛ പാടില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ ലോജിക്ക് അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് ഫലത്തെക്കുറിച്ച് ഇച്ഛ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഹതോവാ പ്രാപ്സസി സ്വർഗം യഥോവാ പോക്ഷസി മഹീം. കൊന്നാൽ രാജ്യം, കൊല്ലപ്പെട്ടാൽ സ്വർഗം. പുറത്ത് പറയുന്നു ഫലത്തെക്കുറിച്ച് ഇച്ഛ പാടില്ല. നല്ല സ്യൂട്ടായി പോകുന്ന രണ്ട് കാര്യം. ഇനി മനം പറയുന്നു, നീ ഈ കാണുന്ന ദ്രുപദൻ അല്ലെങ്കിൽ ദ്രോണർ, ഭീഷ്മർ, ഇവരെല്ലാം യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവരാണ്. ഞാൻ ഇവരെയൊക്കെ കൊന്നതാണ്. ഒരു ലോജിക്ക്. ഇനി നീ കൊന്നില്ലെങ്കിലും ഇവരെല്ലാം കൊല്ലപ്പെടാൻ പോവുകയാണ്. എല്ലാവരും കൊല്ലപ്പെടാൻ പോവുകയാണ്. ഇനി നീ കൊല്ലണ്ട എന്ന് ഇപ്പൊ തീരുമാനിച്ചാലും വേറൊരു ലോജിക്ക്. നീ ഇപ്പൊ കൊല്ലണ്ട തീരുമാനിച്ചു, ഐ ആം നോട്ട് വില്ലിംഗ് ടു കിൽ എന്ന് തീരുമാനിച്ചാലും നിന്റെ നേച്ചർ കാരണം നീ അത് ചെയ്തു പോകും. ഇനി നീ ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ വിരാട് പുരുഷൻ അല്ലെങ്കിൽ വിശ്വരൂപം കാണിച്ചുകൊണ്ട് എത്രയോ തലയും എത്രയോ നാക്കും എത്രയോ മൂക്കും എല്ലാം കൊണ്ട് എത്രയോ വലിയൊരാള് ഈ 1000 സൂര്യന്റെ കാര്യം പറഞ്ഞോണം, അങ്ങനെ ഒരു അർജുനെ പേടിപ്പെടുത്തുക. എന്തെല്ലാം വിരുദ്ധമായ ലോജിക്കുകൾ. ഭീഷണിപ്പെടുത്തുക, വിരട്ടുക, നീ കൊല്ലുക. അർജുനെ അടിസ്ഥാനപരമായി ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളിൽ നിന്നും അവനെ നിർമുക്തനാക്കുക. ഇതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനം. അവനെ അവമാനവരിക്കുക. അവമാനവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മാനവികത തുടച്ചു നിൽക്കുക. കരുണ, ദയ, ശങ്ക, ഇതൊക്കെയാണ് മനുഷ്യന്റെ അടിസ്ഥാന ഗുണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. ഒരാളെ കൊല്ലുമ്പോൾ നമ്മുടെ കൈ വിറയ്ക്കുന്നത് നമ്മുടെ ഗുണമാണ്. അല്ലാതെ നിസ്സംഗനായി അറപ്പില്ലാതെ കോഴിയെ വെട്ടുന്നോളെ കൊല്ലാൻ പറയുന്നതാണ് ഗുണം എന്ന് പറയുന്നിടത്താണ് ഏറ്റവും ഭീവത്സമായിട്ടുള്ള ഗീതയുടെ മുഖം വരുന്നത്. ഇത് തന്നെയാണ് ഭീഷ്മരുടെ അനുശാസന പർവ്വതം പറയുന്നത്. അപ്പൊ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള, യാതൊരു പരസ്പര ബന്ധവുമില്ലാത്ത, യുക്തിഹീനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കീർത്തി ഫലേച്ഛ ഇല്ലാതെ സ്വർഗവും ഭൂമിയും, നീ കൊല്ലുന്നത് യഥാർത്ഥത്തിൽ മരിച്ചവരാണ്, നീ കൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ കൊല്ലുന്നില്ല, നീ ഇനി കൊല്ലാൻ തീരുമാനിച്ചില്ലെങ്കിലും മാറി നിന്നാലും നിനക്ക് കൊല്ലേണ്ടി വരും, ഇങ്ങനെയൊക്കെയുള്ള ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ പറഞ്ഞാലും കൊല്ലണം കൊല്ലണം കൊല്ലണം, ഓരോന്നും ഇദ്ദേഹത്തിന് പറയില്ല. The message is very clear. You have to do your duty. Just do it. ഒരു മാഫിയ നേതാവിനോട് അദ്ദേഹത്തിന്റെ ബോസ് വിളിച്ച് പറയും, ചിലപ്പോൾ നിനക്ക് തട്ടേണ്ടത് നിന്റെ അച്ഛനെ ആയിരിക്കും, പക്ഷെ നിനക്ക് ഇതിനകത്ത് നിൽക്കണമെങ്കിൽ തട്ടിയിട്ട്. ഇതൊരു പക്ഷേ ഗീത അവർക്ക് വളരെ ഗുണകരമായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. എനിക്ക് തന്ന 1/2 മണിക്കൂർ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഞാൻ താങ്ക് യു.